ഹലോ സുഹൃത്തുക്കളെ, വേർഡ് ഡോക്യുമെൻ്റ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും തന്നെ. മൈക്രോസോഫ്റ്റ് വേർഡിൽ ഒരു ഡോക്യുമെൻറ്റിൽ തന്നെ 1, 2, 3 എന്ന പേജുകൾ കഴിഞ്ഞതിന് ശേഷം 12 മുതൽ പിന്നെ തുടങ്ങണം. പിന്നെയുള്ള പേജുകളെല്ലാം 12 മുതൽ തുടങ്ങണമെന്ന് വെച്ചു. നിങ്ങൾക്ക് ഒറ്റ ഡോക്യുമെൻറ്റിൽ തന്നെ ഇതെല്ലാം ചെയ്യാൻ സാധിക്കുമോ? പലരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഡോക്യുമെൻറ്റിൽ 3 പേജ് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഡോക്യുമെൻറ്റ് തുടങ്ങി 12 മുതൽ അവർ തുടങ്ങാൻ ശ്രമിക്കും. പക്ഷേ ഒരു ഡോക്യുമെൻറ്റിൽ തന്നെ നമുക്ക് ഈ 2 സെക്ഷനും ഉൾക്കൊള്ളിക്കാൻ കഴിയുമോ? അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് പുതിയൊരു ഡോക്യുമെൻ്റ് എടുക്കാം. അതിലേക്ക് നമുക്ക് 3 പേജസ് ആഡ് ചെയ്യാം. ബ്ലാങ്ക് പേജസ്, 3 ബ്ലാങ്ക് പേജസ് ആഡ് ചെയ്തിട്ടുണ്ട്. 3 ബ്ലാങ്ക് പേജസ് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ പേജ് നമ്പറിൽ പോയിട്ട് ബോട്ടം ഓഫ് പേജിൽ റൈറ്റ് സൈഡിൽ അലൈൻ ചെയ്യുന്ന രീതിയിൽ പേജ് നമ്പർ സെലക്ട് ചെയ്തു. അപ്പോൾ 1, 2, 3 നോർമൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ 1, 2, 3 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് നാലാമത്തെ പേജ് മുതൽ എനിക്ക് എങ്ങനെ 12 മുതൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് നോക്കാം. ഞാൻ ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം നാലാമത്തെ പേജ് ബ്ലാങ്ക് പേജ് ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് ഓൾറെഡി 4 എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. നാലാമത്തെ പേജിൻ്റെ ടോപ്പിൽ പോയിട്ട് ഞാൻ നാലാമത്തെ പേജിൽ കർസർ നിർത്തിക്കൊണ്ട് ലേഔട്ടിൽ പോയിട്ട് ബ്രേക്സിൽ നെക്സ്റ്റ് പേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഷോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും മൂന്നാമത്തെ പേജിൽ സെക്ഷൻ ബ്രേക്ക് ഇവിടെ ഓൾറെഡി വന്നു. മൂന്നാമത്തെ പേജിൽ ഓക്കെ. ഇനി അതുകൊണ്ടുള്ള ഗുണം എന്താണ്, എങ്ങനെ നമുക്ക് 12 മുതൽ തുടങ്ങാം, ഇതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. വീണ്ടും ഇൻസേർട്ടിൽ പോവുക. അതിനുശേഷം പേജ് നമ്പറിൽ ഫോർമാറ്റ് പേജ് നമ്പർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഫോർമാറ്റ് പേജ് നമ്പർ എന്നുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം സ്റ്റാർട്ട് അറ്റ് കൊടുക്കുക. സ്റ്റാർട്ട് അറ്റ് 12 സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ 12 മുതൽ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം ഞാനിവിടെ പുതിയ പേജസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 12 മുതലായിരിക്കും. പിന്നീട് 12, 13, 14 എന്ന് പറഞ്ഞായിരിക്കും പേജസ് വരുന്നത്. ഇങ്ങനെയാണ് ഒറ്റ ഡോക്യുമെൻറ്റിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് പേജ് നമ്പർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരിക്കൽ കൂടി കാണാം. 1, 2, 3, 4 അല്ല 12 ആക്കി നമ്മൾ. അതിനുശേഷം 13, 14 എന്ന് പറഞ്ഞ് പോവാം. വീണ്ടും നിങ്ങൾക്ക് ഇപ്പം വീണ്ടും ഒരു പേജ് ആഡ് ചെയ്യുകയാണ്. അത് എനിക്ക് 20 മുതലാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സെയിം രീതിയിൽ ലേഔട്ടിൽ പോകുന്നു, ബ്രേക്സ് എടുക്കുന്നു, നെക്സ്റ്റ് പേജ് കൊടുക്കുന്നു. നെക്സ്റ്റ് പേജ് കൊടുത്തതിന് ശേഷം ഞാൻ ഇൻസേർട്ട് പേജ് നമ്പർ ഫോർമാറ്റ് നമ്പേഴ്സിൽ പോയിട്ട് 12 മാറ്റിയിട്ട് ഇപ്പോൾ എനിക്ക് 20 മുതലാണെങ്കിൽ 20 അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് 20 ആവും. അപ്പം 14 കഴിഞ്ഞാൽ പിന്നെ 20 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയാണ് വേർഡ് ഡോക്യുമെൻറ്റിൽ ഒറ്റൊരു ഡോക്യുമെൻറ്റിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് പേജ് നമ്പർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാം പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഉപകാരപ്പെടും. പലരും പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും 1 മുതൽ 3 കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സർട്ടിഫിക്കറ്റ്സൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അതിൻ്റെ പേജ് നമ്പർ കഴിഞ്ഞിട്ടാണ് അടുത്ത് വരണമെങ്കിൽ നിങ്ങളെല്ലാം തന്നെ ഡിഫറെൻറ്റ് പേജ് ഒക്കെ ചെയ്തിട്ടായിരിക്കും, ഡിഫറെൻറ്റ് വേർഡ് ഡോക്യുമെൻ്റ് തന്നെ ചെയ്തിട്ട് എല്ലാം വളരെ കഷ്ടപ്പെടും. എന്നാൽ ഒറ്റ ഡോക്യുമെൻ്റ് തന്നെ ഇങ്ങനെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഹൈഡ് ചെയ്യാൻ വേണ്ടി ഹോമിനകത്ത് പാരഗ്രാഫ് ഷോ ഹൈഡ് ഇത് അൺചെക്ക് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.